ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മോഡേൺ മെത്തേഡ്സിൻ്റെ നാലാമത്തെ മെത്തേഡായ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ IRR കണ്ടുപിടിക്കുക എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ 4 സ്റ്റെപ്പിൽ കൂടിയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? PV ഫാക്ടർ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ച PV ഫാക്ടറിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കണം ആ ടേബിളിൽ നിന്ന്. ആ ടേബിൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഏത് ടേബിൾ ഉപയോഗിക്കുന്നത്? ആന്വിറ്റി ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച PV ഫാക്ടറിനോട് കൂടി ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കുക. ഒരെണ്ണം അതിനേക്കാൾ കൂടിയതും ഒരെണ്ണം PV ഫാക്ടറിനേക്കാൾ കുറഞ്ഞതും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോസും കണ്ടുപിടിക്കുക. തേർഡ് സ്റ്റെപ്പിൽ ആ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇൻഫ്ലോനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ രണ്ട് റേഷ്യോസും ഉപയോഗിച്ചിട്ട് ഇൻഫ്ലോനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ IRR കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നലെ ചെയ്ത പോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: എ പ്രോജക്റ്റ് കോസ്റ്റ് ₹45,000. എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ 15,000 ഫോർ 4 years. കാൽക്കുലേറ്റ് IRR. കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻഫ്ലോസ് 15,000 ആണ് തന്നിരിക്കുന്നത്. ഒരു ഇൻഫ്ലോ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ ലൈഫ് 4 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻഫ്ലോസ് ഈക്വൽ ആണ്. 4 വർഷത്തേക്ക് 15,000. ഓരോ വർഷം വെച്ച് നമുക്ക് 15,000 കിട്ടും. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നുണ്ട്? കാൽക്കുലേറ്റ് IRR കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. PV ഫാക്ടർ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 45,000 ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ നമ്മൾ PV ഫാക്ടർ എത്ര കണ്ടുപിടിച്ചു? 3 എന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാണ്? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടേബിളിൽ PV ഫാക്ടറിനേക്കാൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവും അതുപോലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കണം. ആ 2 വാല്യൂസിൽ ഒരെണ്ണം അതിനേക്കാൾ കൂടിയതായിരിക്കണം, ഒരെണ്ണം അതിനേക്കാൾ കുറഞ്ഞതായിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ PV വാല്യൂ എത്രയാണ്? PV ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ്. പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 4 years ആണ്. അപ്പോൾ ആ ടേബിളിൽ എന്നിൻ്റെ കോളത്തിൽ 4 നേരെയുള്ള റോ നോക്കുക. അതിൽ 3നോട് ഒരു പോയിന്റ് കൂടിയതും ഒരു പോയിന്റ് കുറഞ്ഞതുമായ ഏറ്റവും അടുത്ത് കിടക്കുന്ന 2 വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ 4 വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ ഒരു 3.0373 കാണുന്നുണ്ട്. അതാണ് ഒരു 3നേക്കാൾ കൂടിയ വാല്യൂ ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുക. കാരണം അതിൻ്റെ അപ്പുറത്ത് പിന്നെ 2 പോയിൻ്റായി. അപ്പോൾ അത് കുറഞ്ഞു പോയി. അപ്പോൾ 3.0373 ആണ് കൂടിയതും. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2.9745 ആണ്. അത് കുറഞ്ഞുമായിട്ടുള്ള വാല്യൂകളാണ്. ഇപ്പോൾ 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. 3.0373യും 2.9745ഉം. അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജുകൾ എഴുതാം. 12% അതുപോലെ 13%ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ആയിട്ട് വരിക. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ചു. then നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഈ 2 റേഷ്യോസ് ഉപയോഗിച്ച് ആ 2 റേഷ്യോസിൻ്റെ വാല്യൂസ് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? പ്രസൻറ്റ് വാല്യൂകൾ കണ്ടുപിടിക്കണം. അതിൽ ലോവസ്റ്റ് റേഷ്യോൻ്റെ വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് P1ഉം ഹയസ്റ്റ് റേഷ്യോൻ്റെ വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് P2ഉമാണ്. വീണ്ടും ഞാൻ പറയുന്നു, P1 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് റേറ്റിൻ്റെ വാല്യൂ വെച്ച് കണ്ടുപിടിക്കുന്നതും P2 എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് റേറ്റിൻ്റെ വാല്യൂ വെച്ച് കണ്ടുപിടിക്കുന്നതും. അപ്പോൾ ലോവസ്റ്റ് റേറ്റ് എത്രയാണ്? 12% ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ വന്നിരിക്കുന്നത് 3.0373 ആണ്. അതിന് നമ്മൾ ഇൻഫ്ലോ ആയ 15,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45,559.5 ആണ് P1 ആയിട്ട് കിട്ടുക. P2 ഹയസ്റ്റ് വാല്യൂൻ്റെ ഹയസ്റ്റ് റേഷ്യോൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്? 2.9745 ഇൻറ്റു ഇൻഫ്ലോ എമൗണ്ട് ആയ 15,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 44,617.5. അതാണ് നമ്മുടെ P2 വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പോൾ P1 നമ്മൾ കണ്ടുപിടിച്ചു, P2ഉം കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഈ വാല്യൂസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർത്ത് സ്റ്റെപ്പ് ഫോർമുല എഴുതുക. L + P1 - Q ഡിവൈഡഡ് ബൈ P1 - P2 ഇൻറ്റു H - L. അതിൽ L എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് റേറ്റ് 12, H 13, P1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 45,559.5, P2 44,617.5,
ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്ഫ്ലോ 45,000. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 പ്ലസ് 45,559.5 മൈനസ് 45,000 ഡിവൈഡഡ് ബൈ 45,559.5 മൈനസ് 44,617.5. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞോണം, ആദ്യം ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 559.5ഉം 942ഉം കിട്ടും. അത് ഡിവൈഡ് ചെയ്തിട്ട് 12 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 12 പ്ലസ് 0.59 കിട്ടി. അപ്പോൾ നമ്മുടെ റേഷ്യോ ആയിട്ട് എററായിട്ട് എത്ര തന്നു? 12.59% വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞോണം, നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ബൗണ്ടറിയുടെ ഉള്ളിൽ തന്നെയാണ് എറർ വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ബൗണ്ടറി എന്ന് പറയുന്നത് 12ഉം 13ഉം ആയിരുന്നു. നമുക്ക് കിട്ടിയ ആൻസർ അതിൻ്റെ ഇടയിലുള്ള 12.59% ആണ് നമുക്ക് IRR ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ IRR കണ്ടുപിടിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ആകെ ഒരേ ഒരു ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ആന്വിറ്റി ടേബിൾ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അടുത്ത മെത്തേഡ് പഠിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് ഒരേ ഒരു ടേബിൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ആന്വിറ്റി ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെൻ ഇൻഫ്ലോസ് ആർ അൺഈക്വൽ. അപ്പോൾ ഈക്വൽ ആകുമ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 3 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. ഇനി അൺഈക്വൽ ആകുമ്പോൾ, അതായത് 5 വർഷം ഉണ്ടെങ്കിൽ 5 വർഷവും ഡിഫറെൻറ്റ് ഇൻഫ്ലോ എമൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് IRR കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് വ്യത്യാസമല്ലേ, കാൽക്കുലേറ്റ് PV ഫാക്ടർ തന്നെയാണ്. പക്ഷേ PV ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. നമ്മൾ ഈക്വൽ ആകുമ്പോൾ എന്താ ഉപയോഗിക്കാറ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ അവിടെ എന്തായിരുന്നു? എല്ലാ കൊല്ലം ഒരേ എമൗണ്ട് ആയിരുന്നു ഇൻഫ്ലോ വന്നിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? അൺഈക്വൽ ആണ്. ഓരോ കൊല്ലം ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് വരിക. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അതാണ് ഇക്വേഷൻ വരിക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അതിൽ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ ലൈഫ്. ഓക്കെ, അതാണ് നമ്മുടെ ആവറേജ്. നമുക്കുള്ള മൊത്തം ഇൻഫ്ലോകളൊക്കെ ആഡ് ചെയ്ത് അതിനെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് PV ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനോട് ചേഞ്ച് ഉണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് ഈ PV ഫാക്ടറിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ആന്വിറ്റി ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ഒരു വാല്യൂ അതിനേക്കാൾ കൂടിയതായിരിക്കണം, ഒരു വാല്യൂ അതിനേക്കാൾ കുറവായിരിക്കണം. വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോ കൂടിയും കണ്ടുപിടിക്കുക. അത് യാതൊരു വ്യത്യാസവുമില്ല. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ബൈ യൂസിങ് ദീസ് 2 റേറ്റ്സ്. സ്റ്റെപ്പിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മളിത് തന്നെയാണ് നമ്മൾ ഈക്വൽ ആകുമ്പോഴും ചെയ്യാറ്. ഈ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈക്വൽ ആകുമ്പോൾ എളുപ്പമാണ്, ജസ്റ്റ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ അൺഈക്വൽ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ കൊല്ലം ഡിഫറെൻറ്റ് എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ NPV ഒക്കെ കാണുമ്പോൾ ടേബിൾ വരച്ച് ചെയ്യണമെന്നും തന്നെ ഓരോ വാല്യൂസിൻ്റെയും, കാരണം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കോളംസ് പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ഇൻഫ്ലോ കണ്ടുപിടിക്കാനായിട്ട്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമ്മൾ NPV എഴുതാറില്ലേ, ഇൻഫ്ലോ എഴുതും, ഡിസ്കൗണ്ട് അറ്റ് 10% എത്ര പെർസെൻറ്റേജ് അത് കൺവേർട്ട് ചെയ്യേണ്ടത് എഴുതും, നമ്മൾ കണ്ടുപിടിച്ച റേറ്റ് വെച്ചിട്ടുള്ള ഡിസ്കൗണ്ട് എഴുതും, ദെൻ മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ വേണം ഇതിലും കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ രണ്ട് വാല്യൂസിനും ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ 12%ഉം 13%ഉമാണ് റേറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു ടേബിൾ വരയ്ക്കുക, എന്നിട്ട് 12% വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാം. ഇൻഫ്ലോ, ഡിസ്കൗണ്ട് അറ്റ് 12% പ്രസൻറ്റ് വാല്യൂ, അങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക. ദെൻ അടുത്ത എത്രയാണ്? 13% ആണ്. നെക്സ്റ്റ് ഒരു ടേബിൾ വരച്ചിട്ട് 13% റേറ്റ് വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എന്ത് എഴുതണം? ഇൻഫ്ലോ ഡിസ്കൗണ്ട് അറ്റ് 13% PV ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ആ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച രണ്ട് റേഷ്യോസും ഉപയോഗിച്ചിട്ട് ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് ദ ഫോർമുല. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമ്മുടെ IRR കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് സ്റ്റെപ്പിൽ മാത്രം നമുക്ക് വ്യത്യാസം വന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലും തേർഡ് സ്റ്റെപ്പിലും. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ഓരോ റേഷ്യോസും ഉപയോഗിച്ചിട്ട് ഓരോ ഇൻഫ്ലോസിനെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ
രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നിയറസ്റ്റ് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ഏത് ടേബിളിന് ഉപയോഗിച്ചാൽ മതി? ആന്വിറ്റി ടേബിൾ തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ഇൻഫ്ലോനെ പ്രസന്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആന്വിറ്റി ടേബിൾ അല്ല. ഏത് ടേബിളാണ്? ഇൻഡിവിജ്വൽ ടേബിളാണ്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് ആകെ ഒരേ ഒരു ടേബിളിൻ്റെ ആവശ്യമുള്ള ആന്വിറ്റി ടേബിളിൻ്റെ ആവശ്യം മാത്രം. പക്ഷേ ഇൻഫ്ലോസ് അൺഈക്വൽ ആകുമ്പോൾ നമുക്ക് രണ്ട് ടേബിളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആന്വിറ്റി ടേബിൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ആവശ്യമുള്ള രണ്ട് റേഷ്യോസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആന്വിറ്റി ടേബിൾ ഉപയോഗിക്കുക. ദെൻ ആ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഫ്ലോനെ പ്രസന്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ടേബിൾ ഉപയോഗിക്കണം? ഇൻഡിവിജ്വൽ ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ NPVക്ക് കാണുന്ന പോലെ തന്നെ PV കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. രണ്ട് ടേബിളും ഉപയോഗിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആന്വിറ്റി ടേബിളും മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇൻഡിവിജ്വൽ ടേബിളുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇൻഫ്ലോസ് അൺഈക്വൽ ആകുമ്പോൾ എങ്ങനെയാണ് IRR കണ്ടുപിടിക്കുക എന്നുള്ളൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് IRR when cash inflows are 12,000, 4,000, 2,000, 10,000 and cash outflow is 22,000. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ക്യാഷ് ഔട്ട്ഫ്ലോ 22,000 ആണ് തന്നിട്ടുണ്ട്. ഇൻഫ്ലോസ് 4 തന്നിട്ടുണ്ട്. 4 ഡിഫറെൻറ്റ് എമൗണ്ടുകളാണ്. അപ്പോൾ എന്താണ്? ഇൻഫ്ലോസ് അൺഈക്വൽ ആയിരിക്കും. ദെൻ ഈ പ്രൊജക്റ്റിൻ്റെ ലൈഫ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എത്ര ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്? 4 ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ലൈഫ് എത്ര തന്നെയായിരിക്കും? 4 years ആയിരിക്കും കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് തന്നിട്ടില്ലെങ്കിലും എത്ര നമ്പർ ഓഫ് ഇൻഫ്ലോസ് ആണ് തന്നിരിക്കുന്നത് അതായിരിക്കും അതിൻ്റെ ലൈഫ്. ഓക്കെ, അത്ര വർഷമായിരിക്കും. അപ്പോൾ ഇവിടെ ഇൻഫ്ലോസ് അൺഈക്വൽ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എഴുതുക. PV ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അതിലാദ്യം എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ലൈഫ്. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് 4 കൊല്ലത്തെയും ഇൻഫ്ലോസ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അത് 4 കൂടി ആഡ് ചെയ്യുക. 12,000 പ്ലസ് 4,000 പ്ലസ് 2,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ ലൈഫ് എത്രയാണ്? 4 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 കൂടി ആഡ് ചെയ്യുമ്പോൾ 28,000 കിട്ടി. ഡിവൈഡഡ് ബൈ 4 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 7,000. അപ്പോൾ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് 7,000 കിട്ടി. ഇനി നമുക്ക് PV ഫാക്ടറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 22,000 ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 7,000 ആണ്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 3.14 ആണ് നമുക്ക് PV ഫാക്ടറായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തു. ഇക്വേഷനിൽ മാത്രം ചെറിയൊരു അഡീഷൻ സ്റ്റെപ്പും കൂടി വന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ PV ഫാക്ടർ കണ്ടുപിടിച്ചപ്പോൾ ഈ പ്രോബ്ലത്തിന് എത്ര കിട്ടി? 3.14 കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മുടെ PV ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച PV ഫാക്ടറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രൊജക്റ്റിൻ്റെ ലൈഫ് എത്രയാണ്? 4 ഇയേഴ്സിൻ്റെ ഇൻഫ്ലോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈഫ് എത്ര തന്നെയായിരിക്കും? 4 years ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആന്വിറ്റി ടേബിളിൽ ഫോറിൻ്റെ റോയില് ഈ 3.14നേക്കാളും ഏറ്റവും നിയറസ്റ്റ് കിടക്കുന്ന 2 വാല്യൂസ്, ഒന്ന് കൂടിയതും ഒന്ന് കുറഞ്ഞതുമായിട്ട് 2 വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ 3.14 നോക്കുമ്പോൾ നമുക്കൊരു 3.16 കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 3.10 ആണ്. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞു. അപ്പോൾ കൂടിയത് എത്രയാണ്? 3.1699 ആണ് നമുക്ക് വരിക. ദെൻ കുറഞ്ഞത് അതിനപ്പുറത്തെ വാല്യൂ 3.1024 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടിയതും കുറഞ്ഞതുമാണ്. അപ്പോൾ ഡെസിമൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 3.14നേക്കാൾ കൂടിയത് 16 ആണ്. അപ്പോൾ അത് കൂടിയതും കുറഞ്ഞത് 10 ആണ്. അപ്പോൾ അത് കുറഞ്ഞതും കണ്ടുപിടിച്ചു. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോസ് കണ്ടുപിടിക്കുക. 3.1699ൻ്റെ കറസ്പോണ്ടിങ് 10%ഉം 3.1024ൻ്റെ കറസ്പോണ്ടിങ് 11%ഉമാണ്. അപ്പോൾ നമ്മൾ 2 റേഷ്യോസ് കണ്ടുപിടിച്ചു, 10%ഉം 11%ഉം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല. ഈക്വൽ ആയാലും അൺഈക്വൽ ആയാലും രണ്ടാമത്തെ സ്റ്റെപ്പിന് യാതൊരു വ്യത്യാസമില്ല. അത് കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഈ റേഷ്യോസ് ഉപയോഗിച്ച് ആ റേഷ്യോസിൻ്റെ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കണ്ടുപിടിക്കും. പക്ഷേ ഇവിടെ ഈക്വൽ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ടേബിളൊക്കെ വരച്ചിട്ട് ഓരോ റേഷ്യോസിനും സെപ്പറേറ്റ് ടേബിൾ വരച്ചിട്ടാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഴുതുക. കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഏതൊക്കെ പെർസെൻറ്റേജാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്? 10%ഉം 11%ഉമാണ്. അപ്പോൾ അത് നമുക്ക് ഹയസ്റ്റ് വാല്യൂ ആയ 11%നെ കണ്ടുപിടിക്കാം. ഓക്കെ,
അപ്പോൾ എഴുതാം കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് 11%. ഞാൻ നേരത്തെ പറഞ്ഞോണം നമ്മൾ 3-4 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. NPV ചെയ്യണ പോലെ തന്നെ ഇയർ, ഇൻഫ്ലോ, ഡിസ്കൗണ്ട് അറ്റ് 11%, PV ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇയർ 1 to 4 എഴുതുക. ഇൻഫ്ലോ സെയിം തന്നെയാണ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 12,000, 4,000, 2,000, 10,000. ഡിസ്കൗണ്ട് അറ്റ് 11%. ആ ഡിസ്കൗണ്ട് അറ്റ് 11%ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആന്വിറ്റി ടേബിൾ അല്ല, ഇൻഡിവിജ്വൽ ടേബിളാണ്. കാരണം ഇൻഫ്ലോസ് അൺഈക്വൽ ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ടേബിൾ ഉപയോഗിക്കേണ്ടത്, ഈ ഇൻഡിവിജ്വൽ ടേബിളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതിൽ നമുക്ക് ആന്വിറ്റി ടേബിളും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഈ റേഷ്യോസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആന്വിറ്റി ടേബിൾ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ റേഷ്യോസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതാണ്, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമുക്ക് ആന്വിറ്റി ടേബിൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഏത് ഉപയോഗിക്കണം, ഇൻഡിവിജ്വൽ ടേബിൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഡിസ്കൗണ്ട് അറ്റ് 11% കണ്ടുപിടിക്കുന്നത് ആ 17ാമത്തെ പേജിലെ സെൻട്രലത്തെ ടേബിൾ, അതായത് 2ാമത്തെ ടേബിളിൽ നിന്നാണ് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ വർഷത്തെയും എഴുതുക 11%ൻ്റെ കോളത്തിലെ ഓരോ ഇയറിലത്തെയും എഴുതുക 0.9009, 0.8116, 0.7312, 0.6587. അങ്ങനെ 4 വാല്യൂസും കണ്ടുപിടിച്ചു. then നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10,810.8, 3,246.4, 1,462.4, 6,587 കിട്ടി. then നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രസൻറ്റ് വാല്യൂൻ്റെ കോളം ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 22,106.6 ആണ് നമുക്കതിൻ്റെ ടോട്ടലായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ബൈ യൂസിങ് ഹയസ്റ്റ് വാല്യൂ. ഹയസ്റ്റ് വാല്യൂ എങ്ങനെ മനസ്സിലായ, 10ഉം 11ഉം ആണ് നമ്മുടെ റേഷ്യോസ്. അപ്പോൾ 11 എന്ന് പറയുന്നത് ഹയസ്റ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഹയസ്റ്റ് റേഷ്യോ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്ന പ്രസൻറ്റ് വാല്യൂൻ്റെ പേരെന്താണ്, P1 ആണോ P2 ആണോ? P2 ആണ് വരിക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, P2 എത്ര കിട്ടി, 22,106 നമുക്ക് P2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം, P1 കണ്ടുപിടിക്കണം. അതായത് ലോവസ്റ്റ് വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ലോവസ്റ്റ് വാല്യൂ എത്രയാണ്, 10% ആണ്. അപ്പോൾ എഴുതുക കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് 10%. നേരത്തെ പോലെ തന്നെ 4 കോളം കൊടുക്കുക. ഇയർ, ഇൻഫ്ലോ, ഡിസ്കൗണ്ട് അറ്റ് 11%, PV ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അതിൽ ഇയറും ഇൻഫ്ലോയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അടുത്ത് ഏതെഴുതുന്നത്, ഡിസ്കൗണ്ട് അറ്റ് 11% എഴുതണം. അതിൻ്റെ വാല്യൂസ് എഴുതി വയ്ക്കുക. 0.9091, 0.8264, 0.7513, 0.6830. അങ്ങനെ 4ൻ്റെ വാല്യൂസ് എഴുതി then മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 10,909.2, 3,305.6, 1,502.6, 6,830 കിട്ടും. ഇനി എന്ത് ചെയ്യുക, അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 22,547.4 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഏതാണ്, ലോവസ്റ്റ് വാല്യൂ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചത്. ലോവസ്റ്റ് വാല്യൂ ആയതുകൊണ്ട് ഏതായിരിക്കും, P1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ P1ഉം കണ്ടുപിടിച്ചു, P2ഉം കണ്ടുപിടിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, 3ാമത്തെ ടേബിൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻഡിവിജ്വൽ ടേബിളാണ്. ആന്വിറ്റി ടേബിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ച റേഷ്യോസിൻ്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഫ്ലോസ് അൺഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇക്വേഷൻ എഴുതുക, L plus P1 minus Q divided by P1 minus P2 into H minus L. അതിൽ L നിന്ന് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 10 കിട്ടിയിട്ടുണ്ട്. H 11 കിട്ടിയിട്ടുണ്ട്. P1 22,547.4, P2 22,106.6 and Q 22,000 കിട്ടി. ഞാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 plus 22,547.4 minus 22,000 divided by 22,547.4 minus 22,106.6 into 11 minus 10. Okay. Then അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 547.4 divided by 440.8 കിട്ടും. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.24 കിട്ടും. അത് 10 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11.24% കിട്ടും. അപ്പോൾ നമുക്കതിൻ്റെ ഈ റേഷ്യോ ആയിട്ട് എന്ത് കിട്ടി, 11.24% കിട്ടി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഈക്വൽ ആകുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബൗണ്ടറിയുടെ ഉള്ളിൽ തന്നെ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോറി ഈക്വൽ ആകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൽ. പക്ഷെ അൺഈക്വൽ ആകുമ്പോൾ വ്യത്യാസങ്ങൾ വരാറുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ബൗണ്ടറി വിട്ട് പോകാറുണ്ട്. കാരണം ഈ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോ വർഷവും ഫ്ലക്ച്വേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചത് ആവറേജ് വാല്യൂ വെച്ചിട്ടാണ്, ആക്ച്വൽ വാല്യൂ വെച്ചിട്ടല്ല, ആവറേജ് ഇൻഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ PV ഫാക്ടറൊക്കെ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഈക്വൽ ആകുമ്പോൾ ആ ബൗണ്ടറിയിലെല്ലാം ഉള്ളിൽ നിൽക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല, ചിലപ്പോൾ അതിൻ്റെ പുറത്തേക്കും പോവാണ്. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് ഇതിൽ നടത്താൻ പറ്റില്ല. പക്ഷേ ഈക്വൽ ആകുമ്പോൾ ഒട്ടുമിക്ക കേസിലും ആ ബൗണ്ടറിയുടെ ഉള്ളിൽ തന്നെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 11ഉം 10 ആയിരുന്നു ബൗണ്ടറി, പക്ഷേ അതിനേക്കാൾ പുറത്ത് പോയിട്ട് 11.24 ആണ് നമുക്ക് IRRൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, അടുത്തതിന് ഒരു ഹോംവർക്കാണ്. നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഔട്ട്ലേ 50,000, ലൈഫ് 5 years, എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ 12,500, കാൽക്കുലേറ്റ് ഇൻ IRR. അപ്പോൾ നമുക്ക് ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് 50,000, ലൈഫ് 5 years ആണ്, ക്യാഷ് ഇൻഫ്ലോ 12,500 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മൾക്ക് ക്യാഷ് ഫ്ലോ ആയിട്ട് 12,500 ഒരെണ്ണം തന്നിട്ടുള്ള, പക്ഷേ 5 വർഷം ലൈഫും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതിൻ്റെ ആയിരിക്കും? ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോഴത്തെയുള്ള ഒരു പ്രോബ്ലമാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചോണം തന്നെ 4 സ്റ്റെപ്പിൽ ചെയ്യുക. ആദ്യം PV ഫാക്ടർ കണ്ടുപിടിക്കുക, മറ്റേ ഇക്വേഷൻ അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് PV ഫാക്ടർ കണ്ടുപിടിക്കുക, 2 വാല്യൂസ് കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് റേറ്റ് കണ്ടുപിടിക്കുക, അത് വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച മെത്തേഡാണ്. അപ്പോൾ അതിൽ ആന്വിറ്റി ടേബിൾ മാത്രം ഉപയോഗിച്ചാൽ മതി, ഇൻഡിവിജ്വൽ ടേബിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഹോംവർക്കായിട്ട് ചെയ്യാം. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.